ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോസ് കുക്ക്. ഇന്ന് നമുക്ക് വിപ്പിംഗ് ക്രീം എങ്ങനെ പെർഫെക്റ്റായി വിപ്പ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ചിലർക്കെങ്കിലും ക്രീം വിപ്പ് ചെയ്യുമ്പോൾ ലൂസായി പോകാറുണ്ട്, അല്ലെങ്കിൽ കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടാറില്ല. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് നോക്കാം. ക്രീം വിപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബൗള് നമ്മൾ മിനിമം 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിരിക്കണം. ഞാനിവിടെ ബെൽസ് എന്ന കമ്പനിയുടെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വിപ്പിംഗ് ക്രീം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഫ്രീസറിൽ തന്നെ വെക്കണം. നമ്മൾ യൂസ് ചെയ്യുന്നതിന് 1 മണിക്കൂർ മുന്നേ അതെടുത്ത് പുറത്ത് വെച്ച് അതിൻ്റെ ഐസൊക്കെ പോയി കഴിഞ്ഞ് അത് ഷേക്ക് ചെയ്തിട്ട് വേണം അളന്ന് നമ്മുടെ ബൗളിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് വിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ക്രീം ബാലൻസ് ഉണ്ടെങ്കിൽ നല്ലതുപോലെ ടൈറ്റായിട്ട് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് ഫ്രീസറിൽ തന്നെ സൂക്ഷിച്ചാൽ മതി. നമുക്ക് നമ്മുടെ ബൗൾ ഇറക്കി വെക്കാൻ പറ്റുന്ന പോലെ ഒരു പാത്രം എടുക്കണം. അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് ഐസ് ക്യൂബ്സും ഞാൻ ഇട്ടിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ക്രീം വിപ്പ് ചെയ്തെടുക്കുമ്പോൾ ക്രീമിൻ്റെ തണുപ്പ് നമുക്ക് കണ്ടിന്യൂസ് ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ക്രീമിൻ്റെ ബൗൾ തണുത്ത വെള്ളത്തിലേക്ക് ഇറക്കി വെക്കാം. അത് ഇതിലേക്ക് ടച്ച് ചെയ്തിരിക്കണം. ബീറ്ററിൻ്റെ ബ്ലേഡ് ഞാൻ 2 മണിക്കൂർ മുന്നേ എടുത്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് പുറത്തെടുത്ത് ഒരു തുണി വെച്ചിട്ട് അതിൻ്റെ നനവെല്ലാം തുടച്ചിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം. ആദ്യം ലോ സ്പീഡിൽ തന്നെ ഇട്ട് ബീറ്റ് ചെയ്തിട്ട് പതുക്കെ സ്പീഡ് കൂട്ടി ഹൈ സ്പീഡിലിട്ടിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ യൂസ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റും. അത് ഇതുപോലെ തന്നെ തണുപ്പിച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ. ഇതിന് നമുക്ക് കുറച്ച് കൂടുതൽ സമയം എടുക്കും വിപ്പായി കിട്ടാൻ, എന്നാലും നല്ല സ്റ്റിഫായിട്ട് തന്നെ കിട്ടും. ക്രീം ചെറുതായിട്ട് തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗർ ആഡ് ചെയ്യണം. ഐസിങ് ഷുഗർ ഇല്ലെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതായാലും ചേർത്താൽ മതി. ഹൈ സ്പീഡിൽ ഒരു 5 മിനിറ്റെങ്കിലും ബീറ്റ് ചെയ്യേണ്ടി വരും കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ക്രീം കുറച്ചും കൂടെ തിക്കായി വന്നിട്ടുണ്ട്. ഇത്രയും പോരാ, നമുക്ക് കുറച്ച് നേരം കൂടെ ഇതുപോലെ കണ്ടിന്യൂസ് ബീറ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ ക്രീമിൽ ബീറ്ററിൻ്റെ മാർക്സൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലുള്ളതൊക്കെ നല്ലതുപോലെ ഒന്ന് വടിച്ചിട്ടിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യണം. അത് നമ്മുടെ ക്രീമിന് നല്ല ടേസ്റ്റ് കൊടുക്കും. കുറച്ച് നേരം കൂടെ നമുക്ക് ഹൈ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്യണം. ഇത് ക്രീമിൻ്റെ കൺസിസ്റ്റൻസി ഈ ബൗൾ തിരിച്ച് വെച്ച് നമ്മൾ കുലുക്കിയാൽ പോലും ക്രീം താഴെ പോവില്ല. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. അതുവരെ നമ്മൾ ബീറ്റ് ചെയ്യണം. ബ്ലേഡിൻ്റെ മാർക്സൊക്കെ കറക്റ്റായിട്ട് അതിൽ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഷുഗർ കണ്ടൻറ്റുള്ള വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഷുഗർ കണ്ടൻറ്റ് ഇല്ലാത്ത വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് ഐസിങ് ഷുഗർ ആഡ് ചെയ്യണം. ഇതിപ്പോൾ നല്ലതുപോലെ തന്നെ തിക്കായി വന്നിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ സൈഡിലുള്ളതൊക്കെ ഒന്ന് അടുപ്പിച്ചിട്ടിട്ട് ഒരു പ്രാവശ്യം കൂടെ ബീറ്റ് ചെയ്യണം. ഇപ്പം നമ്മുടെ ക്രീം കറക്റ്റ് തിക്കായി വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ല, നല്ല സ്റ്റിഫ് പീക്സ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ക്രീം കറക്റ്റ് തിക്കായിട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ബൗളൊന്ന് കമഴ്ത്തി നോക്കുകയാണ്. ഇത് കറക്റ്റ് തിക്കായിട്ടുണ്ട്. ഇതിന് കുറച്ച് സമയം ഫ്രിഡ്ജിലൂടെ വെച്ചിട്ട് യൂസ് ചെയ്താൽ കുറച്ചും കൂടെ പെർഫെക്റ്റായിട്ട് നമുക്ക് ഫ്രോസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.